നമ്മുടെ പൊന്നാനിയിൽ ചെറിയ 2 കുട്ടികളുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ പേര് അലവി എന്നാണ്, മറ്റേ കുട്ടിയുടെ പേര് ഗോവിന്ദൻ എന്നാണ്. രണ്ടാളുകൾ ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ആളുകളാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്, 80ഓളം കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഗോവിന്ദൻ വരുന്നത് ആ നാട്ടിലെ വലിയൊരു ഹൈന്ദവ മനയിൽ നിന്നാണ്. പക്ഷെ പട്ടിണിയാണ്. പാത്രം കൊണ്ടുവരും, പാത്രത്തിനകത്തൊന്നും ഉണ്ടാവില്ല. ഇതാർക്കറിയാം? അലവിക്കറിയാം. അലവിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അലവി എന്താ ചെയ്യുകയെന്നറിയോ? അലവിയുടെ വാപ്പയ്ക്കൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിന്നാണ് അലവി എന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോരുന്ന സമയത്ത് വാപ്പ കാണാതെ ഒരു പഴം മോഷ്ടിച്ചിട്ട് കീശയിൽ വെക്കും അലവി. എന്നിട്ട് കുറച്ചപ്പുറത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ഗോവിന്ദന് കൊണ്ടുപോയി കൊടുക്കും. ഗോവിന്ദൻ അത് കാത്തിരിക്കുന്നുണ്ടാവും. ആ ഭക്ഷണമാണ് ഉച്ചയ്ക്ക് ഗോവിന്ദൻ എത്രയോ ദിവസങ്ങൾ കഴിച്ചത്. അലവി മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ആ നേന്ത്രപ്പഴം. കുറേ ദിവസം കഴിഞ്ഞു, വാപ്പ കണ്ടുപിടിച്ചു. അലവിക്ക് നല്ല അടിയും കിട്ടി. നല്ല അടി കിട്ടിയിട്ടും അലവി പറഞ്ഞില്ല. വാപ്പ അതെനിക്ക് വേണ്ടി എടുത്തതല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വാപ്പ അടിക്കൂലായിരുന്നു. കാരണം വാപ്പയുടെ ഉറ്റ സുഹൃത്തിൻ്റെ മകനാണ് ഗോവിന്ദൻ. തൊട്ടപ്പുറത്തെ വീടാണ്. വാപ്പ ഗോവിന്ദന് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് അവന് കൊടുക്കാനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അലവിക്ക് അടി കിട്ടില്ല. പക്ഷെ അലവി പറഞ്ഞില്ല. കാരണം ഗോവിന്ദൻ്റെ വീട്ടിൽ പട്ടിണിയാണ് എന്ന കാര്യം വേറെ ആരും അറിയണത് ഗോവിന്ദന് ഇഷ്ടമല്ല. അത്രയും വലിയ കുലീന കുടുംബങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അലവി ആ രഹസ്യം മറച്ചു വെച്ചു. അടി വാങ്ങി. ഗോവിന്ദൻ തൊട്ടപ്പുറത്തെ കുറ്റിക്കാട്ടിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എൻ്റെ പേര് ഇപ്പോൾ പറയും. പക്ഷെ പറഞ്ഞില്ല. ഈ രണ്ടാളുകളും വലിയ ആളുകളായി. അലവി ആ നാട്ടിലെ വലിയൊരു മുസ്ലിം കാരണവരൊക്കെ ആയി മാറി. വെറ്റില കടിച്ചു തുപ്പുന്ന ആ നാട്ടിലെ വലിയ ഒരു മുസ്ലിം പ്രമാണിയായി മാറിയെന്നാണ്. ഗോവിന്ദനോ ഇടശ്ശേരിയായി മാറി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ മഹാകവിയായി. മഹാകവിയായതിനു ശേഷം അദ്ദേഹം എഴുതുന്ന അനേകം രചനകളിൽ വളരെ പ്രസിദ്ധമായ 2 രചനകൾ, ഒന്നൊരു നാടകമാണ് കൂട്ടുകൃഷി, മറ്റൊന്ന് ഇസ്ലാമിൻ്റെ വന്മല എന്ന് പറഞ്ഞൊരു കവിതയാണ്. ഈ 2 രചനയിലും പൊന്നാനിയിലെ ഹിന്ദു മുസ്ലിം സൗഹൃദമാണ് പറയുന്നത്. ഈ കവിതയിലാണ് ഈ പഴത്തിൻ്റെ കഥ പറയുന്നത്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, 100% ഞാനൊരാര്യക്കൂറും കുടുമയുമുള്ള ഹിന്ദു, എങ്കിലും മാപ്പിളേ നീയൻ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ, കാഫിറേ എന്നെന്നെ വിളിച്ചുകൊള്ളൂ, കുടുംബ വെക്കാതെ കഴിഞ്ഞുകൊള്ളൂ, 100% മാപ്പിള പേരും പെരുമയും വെച്ചു പോറ്റൂ, നമ്മൾക്കൊന്നായി മുന്നോട്ട് പോയി നന്മയോ തിന്മയോ നേടാമൊപ്പം. എടാ, നീ അലവിയേട്ടനെ ജീവിച്ചോ, ഞാൻ ഗോവിന്ദനായിട്ടെന്നെ ജീവിക്കും. പക്ഷെ നമ്മളൊന്നാണ്. അതാണ് നമ്മളൊന്നാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മളൊന്ന്. ബാക്കിയൊക്കെ പിന്നെയാണ്. നമ്മൾ അന്യന്മാരൊന്നുമില്ല, അനിയന്മാരും അനിയത്തികളുള്ളൂ എന്ന് പറഞ്ഞില്ലേ? രമണ മഹർഷിയോട് ആരോ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അന്യരായ ആളുകളോട് എങ്ങനെയാണ് ഞങ്ങൾ പെരുമാറേണ്ടത്? രമണ മഹർഷി പറഞ്ഞു, അന്യരായ ആരുമില്ലടാ, ദർ ആർ നോ അതേഴ്സ് എന്നാ പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ തന്നെ പോലെ ഒരു ഗുരുവിൻ്റെ പാഠശാലയിൽ നിന്ന് കേട്ടതാണ്. എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കും. ഒരു ദിവസം ചോദിച്ചത് ഇങ്ങനെയാണ്, നേരം വെളുത്തു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകാറുള്ളത്? കുട്ടികൾ പറഞ്ഞു, സാറേ ഞങ്ങൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച ഒരു മരമാണോ മനുഷ്യനാണോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു. ഉത്തരം തെറ്റാണെന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു, സാറേ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോഴേ കാണുന്ന മരം ഉണ്ടല്ലോ, അത് ഒരു മാവാണോ തെങ്ങാണോ വാഴയാണോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു. ഗുരു പറഞ്ഞു, ആ ഉത്തരവും തെറ്റാണടാ, പിന്നെന്താണ് ശരി ഉത്തരം? ഗുരു ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അതെന്താണെന്നറിയോ? നിൻ്റെ മുന്നിലൊരു മനുഷ്യൻ നിൽക്കുമ്പോഴേ അത് നിൻ്റെ സഹോദരനാണ് എന്നും, നിൻ്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണ് നിൻ്റെ പെങ്ങളാണ് എന്നും നിനക്ക് എപ്പോഴാണോ മനസ്സിലാകുന്നത്, അതാണെടോ പകൽ. അത് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മുകളിൽ സൂര്യൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, നീ ഇരുട്ടത്താണ്.
ഇതാണ് നമ്മൾ. അങ്ങനെ മനുഷ്യനെ ഇങ്ങനെ അക്കമഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, അറബി ഭാഷയിൽ മാത്രമല്ല ഹീബ്രു ഭാഷയിലും കാരുണ്യം എന്നതിനും ഗർഭപാത്രം എന്നതിനും ഒരേ വേർഡാണ്. കാരുണ്യം, ഗർഭപാത്രം. റഹ്മ എന്ന് പറയാം, കേട്ടിട്ടില്ലേ? റഹ്മത്ത് എന്ന് കേട്ടില്ലേ? റഹ്മ എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നും അർത്ഥമുണ്ട്, ഗർഭപാത്രം എന്നും അർത്ഥമുണ്ട്. ഹീബ്രുവിലും അങ്ങനെ തന്നെയാണ്, അറബിയിലും അങ്ങനെ തന്നെയാണ്. അതെന്തുകൊണ്ടായിരിക്കും? ഈ കാരുണ്യവും ഗർഭപാത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചെറിയൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് ആകെ 1-2 സെൻറ്റിമീറ്ററേ ഉള്ളൂ ആകെ വലുപ്പം. 2-3 സെൻറ്റിമീറ്ററുകൾ കൊണ്ട് തീരുന്ന അത്ര ചെറിയ ഒന്നാണ് ഗർഭപാത്രം. പക്ഷെ ആ ഗർഭപാത്രത്തിനകത്താണ് 2-3 കിലോ ഉള്ള കുട്ടി വളരുന്നത്. ആണല്ലോ അല്ലേ? അത് വികസിക്കുകയാണ്. അതിനൊരു വികാസക്ഷമതയുണ്ട്. കാരുണ്യമുള്ള മനുഷ്യന്മാർക്കോ അവർക്കും ഇതാണുള്ളത്. അവർ മനുഷ്യനെ അക്കമഡേറ്റ് ചെയ്യാണ് ചെയ്യണത്. 2-3 സെൻറ്റിമീറ്ററുകൾ മാത്രമുള്ളൊരു ഗർഭപാത്രം 3-4 കിലോ ഉള്ള കുട്ടിയെ അക്കമഡേറ്റ് ചെയ്യുന്നത് പോലെ കമ്പാഷനുള്ള മനുഷ്യന്മാർ, സ്നേഹം നിറഞ്ഞ മനുഷ്യന്മാരെ ഇങ്ങനെ അക്കമഡേറ്റ് ചെയ്യുക. ഗർഭം ചുമക്കുന്നൊരു ഉമ്മാക്കറിയാം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നല്ലോണം വേദനിക്കേണ്ടി വരും. മനുഷ്യനെ അക്കമഡേറ്റ് ചെയ്യുന്ന ആൾക്കും നല്ലോണം സഹിക്കേണ്ടി വരും. എളുപ്പമല്ലത്. നിങ്ങൾ എത്ര പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല, എത്ര പേരെ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ മഹത്വത്തെ നിർണ്ണയിക്കുന്ന ഘടകം. ബ്ലോക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, മനുഷ്യനെ ഇങ്ങനെ അക്കമഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് വെറുപ്പൊന്നും ഉണ്ടാവില്ല മനുഷ്യന്മാരോട്. വെറുക്കാനുള്ള കാരണങ്ങളൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ വെറുക്കണ്ടാണ്. ഏതൊരു സംഗതി അർഹത ഉള്ളവർക്കാണല്ലോ കൊടുക്കേണ്ടത്, അല്ലേ? അർഹത ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. അതെന്താണെന്നറിയോ? നിങ്ങൾ മാപ്പ് കൊടുക്കലാണ്. നമുക്കറിയാം അവർക്ക് അതിന് അർഹതയില്ല. ഒരു സോറി പോലും പറഞ്ഞിട്ടില്ല, ഒരു സോറി പോലും വന്ന് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം അവർക്ക് അതിനൊന്നും അർഹതയില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുമ്പോഴേ മഹത്വം വർദ്ധിക്കുന്ന ഒന്നാണ് മാപ്പ് എന്ന് പറയുന്നത്. സാരില്ലടാ എന്ന് പറയുന്ന ഒറ്റ വാക്ക്. അതൊക്കെയാണ് ഒരാളെ ഇങ്ങനെ ആഹ്ലാദമുള്ളൊരു ജീവിതത്തിൽ നിലനിർത്തുന്നത്. മനുഷ്യരൊക്കെ ഇങ്ങനെ സ്വപ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളാണല്ലോ, അല്ലേ? എന്തെല്ലാം സ്വപ്നങ്ങളാണ് മനുഷ്യൻ കൊണ്ടു നടക്കുന്നത്. സ്വപ്നങ്ങളില്ലെങ്കിൽ ജീവിക്കാനും കഴിയില്ല കേട്ടോ. സാധാരണ പറയാറില്ലേ വയസ്സന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവില്ല. വയസ്സന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പറയേണ്ടത്. സ്വപ്നങ്ങളില്ലാതായപ്പോൾ വയസ്സന്മാരേതാണ്? ചിലപ്പോൾ ചെറുപ്പത്തിലും അത് സംഭവിക്കാം. നല്ല യുവാവാണ്, സ്വപ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വൃദ്ധനാ. പക്ഷെ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്, സ്വപ്നങ്ങളാണ് ഉള്ളതെങ്കിൽ കൂടെ അയാൾ എന്നും യുവാവായിരിക്കും. അയാളുടെ മുഖത്ത് അതിൻ്റെ ഒരു തേജസ് ഉണ്ടാവും. വയസ്സായപ്പോൾ സ്വപ്നങ്ങളില്ലാതായതല്ല, സ്വപ്നങ്ങളില്ലാതാവുമ്പോൾ നമുക്ക് വയസ്സാവും. അതാണ് വിക്ടർ ഫ്രാങ്കിൾ പറയണത്. എ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ആളാണ്. ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ടു പോയ ആളാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെയൊക്കെ ഹിറ്റ്ലർ കൊന്നു കളഞ്ഞു. ഇദ്ദേഹം മാത്രമേ ബാക്കിയുള്ളൂ. അവസാനം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. ബ്ലേഡ് എടുത്തു, പക്ഷെ വെളിച്ചല്ല. അദ്ദേഹം ഒരു ന്യൂറോ സർജനാണ്. അദ്ദേഹത്തിന് അറിയാം ഏത് ഞരമ്പാണ് മുറിക്കേണ്ടതെന്ന്. പക്ഷെ വെളിച്ചമില്ലാത്തത് കൊണ്ട് ജനൽ തുറന്നു. ജനൽ തുറന്നപ്പോൾ വെളിച്ചം ഒന്നായിട്ട് അകത്തേക്ക് കയറി വന്നു. അങ്ങനെ ഇങ്ങനെ ഇത്രയും കാലം നടന്ന ഭൂമിയാണല്ലോ. യാത്ര ചോദിക്കുന്നത് പോലെ പുറത്തേക്കൊന്ന് നോക്കിയപ്പോൾ അവിടെ നിറച്ചും പൂക്കൾ. കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോൾ വരണ്ട് കിടക്കുകയാണ്. ഇന്ന് നോക്കിയപ്പോൾ ആകെ പൂക്കളാണ്. ഒറ്റ നിമിഷം അദ്ദേഹം ആലോചിച്ചത് എന്താണെന്നറിയോ? ഇന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ വരണ്ട് കിടക്കുകയാണല്ലോ, നാളെ പൂക്കൾ വരാം. ആത്മഹത്യയിൽ നിന്ന് പിന്മാറി. ആ ബ്ലേഡ് ജനാല വഴി പുറത്തേക്ക് എറിഞ്ഞു. ആ ദിവസത്തെക്കുറിച്ച് അദ്ദേഹം പിന്നീട് എഴുതിയത് ഇങ്ങനെയാണ്: ദാറ്റ് വാസ് ദ ഡേ ഓഫ് മൈ റിസറക്ഷൻ. അതായിരുന്നു എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തിരുനാൾ, അതായിരുന്നു എൻ്റെ ഈസ്റ്റർ. അദ്ദേഹത്തിന് പുതിയൊരു വെളിച്ചം കിട്ടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കാനൊക്കെ ഇറങ്ങുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? വീടില്ലാതൊക്കെ വേണമെങ്കിൽ ജീവിക്കാം, വസ്ത്രമില്ലാതെ വേണമെങ്കിൽ ജീവിക്കാം, ഭക്ഷണമില്ലാതെ പോലും കുറച്ചൊക്കെ ജീവിക്കാം. പക്ഷെ ഒരു സ്വപ്നമില്ലാതെ എങ്ങനെ ജീവിക്കും?
സ്വപ്നങ്ങളില്ലാതെ എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. സ്വപ്നങ്ങളാണ് നമ്മളെ ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. ആ സ്വപ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്താണെന്നറിയോ നിങ്ങൾ? എനിക്ക് പ്രവാസികളായ എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ഒരു പ്രവാസിയോട് എത്ര കാലമായി എന്ന് ചോദിച്ചാൽ അയാളിങ്ങനെ പറയും, 20 കൊല്ലമായി, 30 കൊല്ലമായി. സമ്പാദിച്ചോ എന്ന് ചോദിച്ചാൽ അയാൾ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. മക്കളെ കെട്ടിച്ചത്, അമ്മായിൻ്റെ കുട്ടിനെ കെട്ടിച്ചത്, അമ്മാവൻ്റെ പേരക്കുട്ടിയെ കെട്ടിച്ചത്. അയാൾ ഒരുപാട് ആളുകളെ കുറിച്ച് പറയും. അയാൾ മാത്രം ഉണ്ടാവില്ല, ആ മനുഷ്യൻ മാത്രം അതിലുണ്ടാവില്ല, അല്ലാത്തവരൊക്കെ ഉണ്ടാവും. ഒരു മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തി 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 അങ്ങനെ ഉരുകി ഉരുകി 40-ൽ നിന്ന് 60-ലേക്കും 60-ൽ നിന്ന് 70-ലേക്കും 30-ൽ നിന്ന് 50-ലേക്കും 40-ൽ നിന്ന് 60-ലേക്കും ഇങ്ങനെ സഞ്ചരിച്ചു. പ്രായം അങ്ങനെ കൂടി 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 ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്ക് അണഞ്ഞു പോവുകയും ചെയ്യുന്ന മെഴുകുതിരി പോലെ കുറച്ച് മനുഷ്യന്മാർ. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ ഗൾഫിൽ, രണ്ടാമത്തെ സഹോദരൻ്റെ നാട്ടിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും. ഒരുപക്ഷെ ഗൾഫിലുള്ള സഹോദരനേക്കാൾ ശമ്പളം വാങ്ങുന്നത് നാട്ടിലുള്ള ആളായിരിക്കും. എന്നാൽ ഒരു ആവശ്യം വന്നാൽ ആരുടെ പൈസക്ക് കാത്തിരിക്കും? ഗൾഫിലുള്ള ആളുടെ പൈസക്ക് കാത്തിരിക്കും. പത്തേമാരിയിലും മമ്മൂട്ടി പറയുന്നുണ്ടല്ലോ, 10,000 റുപ്യ നാട്ടിലേക്ക് അയക്കുമ്പോൾ നാട്ടിലുള്ള ആളുകൾ വിചാരിക്കുന്നത് 15,000 വാങ്ങിയിട്ട് 5 കയ്യിൽ പിടിച്ചിട്ട് അയാൾ ബാക്കി അയച്ചു എന്നാണ്. സത്യത്തിൽ 7,000 അയാൾ കിട്ടിയിട്ടുള്ളൂ, 3,000 കടം വാങ്ങിയാണ്. അടുത്ത ശമ്പളത്തിൽ തിരിച്ചു കൊടുക്കണം. വലിയൊരു സത്യമാണ്. നിങ്ങളെ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ടൊരു കാര്യമില്ലാന്ന്, നമുക്ക് വേണ്ടി ജീവിക്കണം. ഈ നിമിഷത്തെ ഇങ്ങനെ മനോഹരമാക്കണം. ഇന്നലകളിലും നാളെകളിലും അല്ല, ഇന്ന് ഈ ജീവിതം ഇങ്ങനെ ആനന്ദകരമായി ജീവിക്കണം. അതിൻ്റെ പേരാണ് ജീവിതം. സാധാരണ മനുഷ്യന്മാരൊക്കെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് എന്താണെന്നറിയോ നിങ്ങൾ? വരാനിരിക്കുന്ന എന്തോ ഒന്നാണ് ജീവിതം എന്നാണ്, അല്ലേ? നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുമോ? ഉപയോഗിക്കില്ല. ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് നമ്മൾ വിരിക്കുമോ? തൊട്ട് പോകരുതെന്നറിയാം ഉമ്മ. ഏറ്റവും നല്ല ടേബിൾ ഷീറ്റ് പോലും വിരിച്ചിട്ടുണ്ടാവില്ല. എന്ത് ചോദിച്ചാലും ഉമ്മ എന്താ പറയുക? ആരോ വരാനുണ്ട് എന്നാ പറയുക. ആരും വരാനില്ലെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അതിഥി നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ചായയും കാപ്പിയും പിന്നെയും പിന്നെയും കുടിച്ചോളൂ. ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് ഉപയോഗിച്ചിട്ട് കിടന്നോളൂ. ഏറ്റവും നല്ല പാത്രത്തിൽ ഭക്ഷണം കഴിച്ചോളൂ. ഏറ്റവും ആനന്ദത്തോടെ ഈ നിമിഷത്തെ പിന്നെയും പിന്നെയും ആസ്വദിച്ചു ജീവിക്കൂ. വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ല, ഈ കഴിഞ്ഞു പോകുന്നതിൻ്റെ പേരാണ് ജീവിതം. പക്ഷെ അധികം മനുഷ്യന്മാരെങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾ? ഓർമ്മകളിൽ ഇങ്ങനെ സ്തംഭിച്ച് കിടക്കും, അല്ലേ? ഈ കുട്ടികൾ ഇത്രയും ഹാപ്പി ആവാനുള്ള കാരണം എന്താ? അവർക്ക് ഓർമ്മകളില്ല എന്നുള്ള. നിങ്ങൾ മിസ്റ്റർ ബീൻ കാണാറുണ്ടോ? മിസ്റ്റർ ബീൻ കാണുന്നവർക്കറിയാം, ആ മനുഷ്യൻ ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം അവിടുന്ന് വന്നതാണ്, സ്പേസിൽ നിന്ന് വന്നതാണ്, ഒരു കഥാപാത്രമാണ്. പക്ഷെ അദ്ദേഹം നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ജീവിതം ആസ്വദിക്കാതെ കരഞ്ഞിരിക്കുന്ന നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്ന മിസ്റ്റർ ബീൻ ഉണ്ട്. അയാളെ തന്നെ ഇങ്ങനെ അഭിനന്ദിക്കുന്നൊക്കെ കാണാം, ആള് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ പലപ്പോഴും എങ്ങനെയാണെന്നറിയാം നിങ്ങൾ? നമ്മൾ കണ്ടുമുട്ടുന്ന അധിക മനുഷ്യന്മാരും ഒന്നുകിൽ ഇന്നലകൾ ജീവിക്കുന്ന ആളുകളാണ്, വേറെ കുറേ ആളുകൾ നാളുകളിലും ജീവിക്കുന്ന ആളുകളാണ്. ഇന്ന് ജീവിക്കുന്ന ആളുകൾ, ഇന്ന് ജീവിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. കുറേ ആളുകൾ ഇന്നലകളിലാണ്. ഇന്നലത്തെ കുറ്റബോധമോ പാപഭാരമോ ലജ്ജാഭാരമോ സങ്കടങ്ങളൊക്കെ ആയിരിക്കും. വേറെ കുറേ ആളുകൾ അത് കുഴപ്പമില്ല, കുട്ടികളുണ്ട്. കുട്ടികളെ നമ്മൾ ഭംഗിയാണ്, കുട്ടികളെ ശബ്ദങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കണം. കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് അതല്ലേ ഹാപ്പിനെസ്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളോടൊക്കെ അവർക്ക് വെറുപ്പാവും. നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ കുട്ടികൾ മിണ്ടാതിരിക്കും. കാരണം അവർക്ക് മനസ്സിലായത് നമ്മൾ കൂടുമ്പോൾ അവർക്ക് മിണ്ടാൻ പാടില്ല. അപ്പോൾ അവർക്ക് നമ്മുടെ കൂട്ടായ്മകളോട് വെറുപ്പാണ് ഉണ്ടാവുക. വാപ്പ അങ്ങോട്ടാണോ പോകണം? അങ്ങോട്ട് എനിക്ക് താല്പര്യമില്ലെന്ന്.
അപ്പോൾ അവരുടെ ജീവിതം ജീവിക്കട്ടെ, നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക, അത്ര ചെയ്യാനുള്ളൂ. അതല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞത് ഇന്നലകളിലും നാളുകളിലും അല്ല, ഇന്ന് ഈ നിമിഷത്തെ ഇങ്ങനെ ആഘോഷിക്കാൻ നമുക്ക് പറ്റണം. ഫെസ്റ്റിവൽ ഓഫ് പ്രസൻറ്റ് ടൈം. അതുകൊണ്ടാണ് ഖുർആനിൽ പറയുന്നുണ്ട്, നല്ല വിശ്വാസമുള്ള ആളുകൾക്ക് 2 കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഒരു വട്ടം നല്ല ഖുർആൻ പറഞ്ഞ് 13 പ്രാവശ്യം പറഞ്ഞത്. എന്താണെന്നറിയോ? വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവർക്ക് പേടിയുണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല എന്നുണ്ട്. പേടിയും സങ്കടവും. സങ്കടം നമുക്ക് ഇന്നലകളെക്കുറിച്ചാണ്, പേടിയോ നാളെകളെക്കുറിച്ചാണ്. നാളെകളെക്കുറിച്ചുള്ള പേടിയില്ല, ഇന്നലകളെക്കുറിച്ചുള്ള സങ്കടമല്ല. ഈ നിമിഷം എന്തൊരു ഹാപ്പിനെസ്സാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ നിമിഷം സങ്കടങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്ന കുറേ ഓർമ്മകളുണ്ട്. പക്ഷെ അതിൽ നമ്മൾ തങ്ങിപ്പോയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇമാം ഷാഫി എന്ന വലിയ പണ്ഡിതൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാഷെ ഒരുപാട് സങ്കടങ്ങളാണ്, വിഷമങ്ങളാണ്, ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പരിഹാരം വാക്ക് കൊണ്ടൊന്നും പറഞ്ഞു കൊടുത്തില്ല. അദ്ദേഹം ഇവനെയും കൊണ്ട് ഇങ്ങനെ നടന്നു, ഒരു പുഴയുടെ അടുത്ത് എത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അങ്ങോട്ട് നോക്ക്, പുഴ ഇങ്ങനെ ഒഴുകുന്ന കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ പാറക്കല്ല് കണ്ടോ? കാണുന്നുണ്ട്. അപ്പോൾ പുഴ എന്താ ചെയ്യുന്നത്? പുഴ പാറക്കല്ലിൻ്റെ 2 വശത്തുകൂടെ ഒഴുകിയിട്ട് പിന്നെയും ഒഴുക്ക് തുടരുന്നുണ്ട്. ഇതന്നെയാണ് നമുക്കും ചെയ്യാനുള്ളത്. പാറക്കല്ലുകളൊക്കെ ഉണ്ടാവും, അത് മാറ്റാനൊന്നും കഴിയില്ല, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്കെന്നാലും ഒഴുക്ക് തുടരണം. 2 വശത്തുകൂടെ ഒഴുകിയിട്ട് പിന്നെയും ഒഴുക്ക് തുടരടാ എന്നാണ് പറഞ്ഞത്. ഈ പാറക്കല്ലുകളാ സങ്കടങ്ങളൊക്കെ. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ഈ വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. വാർത്ത കണ്ടോ നിങ്ങൾ? അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലു സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി. ഒന്ന് നേരെ തിരിച്ചു പറഞ്ഞു നോക്കൂ. അത് വെളിച്ചം ദുഃഖമാണുണ്ണി എന്നതൊന്ന് നേരെ തിരിച്ചു പറഞ്ഞു നോക്കൂ. ദുഃഖം വെളിച്ചമാണുണ്ണി. ദുഃഖമാണ് ശരിക്കും നമുക്ക് വെളിച്ചം തന്നത്, സന്തോഷങ്ങളൊന്നുമല്ല. നമ്മളനുഭവിച്ച സങ്കടങ്ങളാണ് നമ്മളാക്കിയിട്ടുള്ളത്. അവിടെ സങ്കടങ്ങളാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് കൂടുള്ളവർക്കൊന്നുമില്ലാത്തൊരു കരുത്ത് ആർജിക്കുവാൻ നിങ്ങളിരിക്കുന്നുണ്ട്. കാരണം സങ്കടങ്ങളാണ് മനുഷ്യനെ പരുവപ്പെടുത്തിയത്. ടാഗോറിൻ്റെ ഒരു കവിതയുണ്ട്, ദൈവമേ സങ്കടങ്ങളൊന്നും എനിക്ക് തരല്ലേ എന്ന് ഞാൻ നിന്നോട് പറയൂല, നീ എന്ത് സങ്കടം തന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത് എനിക്ക് തരണേ എന്നാണ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുക. ആരാ പറഞ്ഞത്? ആരാണ്? ടാഗോർ. ആരായി ടാഗോർ എന്നറിയാം നിങ്ങൾക്ക്? 1902 ഭാര്യ കല്യാണം, മൃണാളിനി ദേവിയായിട്ട്. 1903 ആയപ്പോൾ കുട്ടിയുണ്ടായി. 1904 തുടക്കത്തിൽ കുട്ടി മരിച്ചു. 1907 അച്ഛൻ മരിച്ചു. 1914 മൃണാളിനി ദേവി എന്ന പ്രിയപ്പെട്ടവൾ കുറഞ്ഞ കാലത്തെ സ്നേഹം മാത്രം സമ്മാനിച്ച് അവളും മരിച്ചുപോയി. 1924 26 27 28 ജ്യേഷ്ഠന്മാരും അനുജന്മാരും ഒക്കെ മരിച്ചു. കൂടുള്ളവരൊക്കെ മരിച്ചു. ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ. ആ മനുഷ്യൻ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? സങ്കടങ്ങളൊന്നും തരല്ലേ എന്നൊന്നുമല്ല, നീ തന്നോ, എത്ര വേണമെങ്കിലും തന്നോ, ആകെ നിൻ്റെ തീരുമാനമാണ്. ഞാൻ ഈ ലോകത്തേക്ക് വരണം എന്നതുപോലും നിൻ്റെ തീരുമാനമാണ്, എൻ്റെ തീരുമാനം ഒന്നുമല്ലല്ലോ. അപ്പം ഞാനിവിടെ എന്ത് അനുഭവിക്കണം എന്നുള്ളത് നിൻ്റെ തീരുമാനമാണ്. അതൊക്കെ ഇങ്ങോട്ട് തന്നോ. പക്ഷെ എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, എത്ര വലിയ സങ്കടങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത്, ഭയമില്ലാത്ത മനസ്സ് എനിക്ക് തരണേ എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇതാണെന്ത്? ദുഃഖം വെളിച്ചമാണുണ്ണി. ദുഃഖമാണ് വെളിച്ചം. നിങ്ങൾ നബിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഹബീബായ റസൂൽ. സങ്കടങ്ങൾ മാത്രമാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത സങ്കടങ്ങൾ. ഒരാളുടെ സങ്കടം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതുപോലൊരു സങ്കടം ഇയാൾ അനുഭവിച്ചിരിക്കണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അങ്ങനെയുണ്ട്.
ഇപ്പം ഞാൻ എൻ്റെ ഒരു സങ്കടം ഒരാളോട് പറയുമ്പോഴേ അയാൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതുപോലൊരു സങ്കടം അയാൾ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അയാൾക്കത് വെറും സ്റ്റോറീസ് മാത്രമായിരിക്കും. അതാണ് ഉമ്മ മരിച്ചതിൻ്റെ സങ്കടം ഒരുപാട് ആളുകൾ പറയണതും എഴുതിയതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ സങ്കടം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഉമ്മ മരിച്ചപ്പോഴാണ്. 2013 ഓഗസ്റ്റ് 28-നാണ്. വാപ്പ മരിച്ചതിൻ്റെ സങ്കടം ഒരുപാട് ആളുകൾ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സങ്കടം എന്താണ്, ഈ വാപ്പ മരിച്ചാലുള്ള അനുഭവം എന്താണ്, അനാഥത്വം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് 2015 ജൂൺ 12-നാണ്. ഒരു സഹോദരൻ മരിച്ചാലുള്ള സങ്കടം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് 2006 മെയ് 30-നാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലില്ലേ ഇങ്ങനെ കുറേ ഡേറ്റ് ഇല്ലേ? അന്ന് നമുക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? നമ്മളെയാണ് മനസ്സിലായത്. അതാണ് ഈ ദുഃഖം വെളിച്ചമാണ് എന്ന് പറയുന്നത്. സന്തോഷം ഒന്നും തരുന്നില്ല, സങ്കടങ്ങൾ നമ്മളെ ഇങ്ങനെ ശക്തമാക്കുക ചെയ്യുന്നു. ഒരു ചെറിയ വിത്ത് കുഴിച്ചിടണം എന്നുണ്ടെങ്കിൽ പോലും മണ്ണൊന്ന് ഇളക്കി മറിക്കണ്ടേ, വേണ്ടേ? എന്നാലല്ലേ വിത്ത് കുഴിച്ചിടാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പടച്ചോനിങ്ങനെ വിത്ത് കുഴിച്ചിടണം എന്നുണ്ടെങ്കിൽ ഈ മണ്ണൊന്ന് ഇളക്കി മറിക്കണം. അതിനാണ് ഈ വേദനകൾ, സങ്കടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയണത്. ഒരു ചെടിയെ ഒരു കർഷകനിങ്ങനെ ബഡ് ചെയ്യണ സമയത്ത്, പ്രൂൺ ചെയ്യണ സമയത്ത് ചെടി എന്താ വിചാരിക്കുന്നത്? എന്നെ അവിടെ ഇവിടെയൊക്കെ മുറിക്കുകയാണല്ലോ എന്നാണ് വിചാരിക്കുന്നത്. കർഷകൻ എന്താ വിചാരിക്കുന്നത്? ആ ചെടിയെ വളർത്തുക എന്നാണ് വിചാരിക്കുന്നത്. മുമ്പുള്ളതിനേക്കാൾ ഭംഗിയായി ഇനി ആ ചെടി വളരും. ഇതാണ് സങ്കടങ്ങൾ. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, പക്ഷെ നമുക്ക് ജീവിക്കണം. നമുക്ക് ഏറ്റവും സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റണം. ആ സന്തോഷത്തെയാണ് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടത്. എന്താണെന്നറിയോ നിങ്ങൾ? അത് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന ഒന്നല്ല, അകത്തുനിന്ന് പുറത്തേക്ക് പോകേണ്ട ഒന്നാണ്.